സുവൾ സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി സർക്കിൾസിനുള്ളിലെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ കുട്ടികൾക്ക് ആകെ പാടാണ്. അല്ലാതെ തന്നെ ഇതൊരു പാടായിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ അതിൻ്റെ കൂടെ പ്രൂവ് ദാറ്റിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥിതി പറയണോ? അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവുന്ന രീതി. സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ടഫാവുന്നതിൻ്റെ കാരണം നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മാത്രമായിട്ടല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ 9ൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതൊന്നിൽ മറന്നു പോയിരിക്കുക, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലായിരിക്കും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇതൊന്നും അങ്ങോട്ട് ചേരത്തില്ല. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുമ്പോഴൊന്നും നമുക്കിതൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്തവർ കാണും. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റനും അങ്ങനത്തെ ഒരെണ്ണമാണ്. അപ്പോൾ ഇവനെയാണ് നമ്മൾ ഇന്നങ്ങോട്ട് ഒന്ന് പയറ്റി നോക്കാം, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ആ കോൺസെൻട്രേഷൻ പവർ എന്തുമാത്രം ഉണ്ടോ അത് മുഴുവൻ ഇവിടെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിനെ ഫുൾ മാർക്കിൽ എത്തിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ കൂടെ എല്ലാ കാര്യങ്ങളും തന്ന് ജോയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് മാത്സിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നല്ല വൃത്തിയായിട്ട് എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും തന്നായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇത്രമേ ഉള്ളൂ, 1 ഇയർ, ഒറ്റ വർഷത്തേക്ക് ഇത്രയും മാത്രം. ഓക്കെ, എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. 2 സർക്കിൾസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻറ്റ്സ് P ആൻഡ് Q. ഇത് സെൻറ്ററിൽ കൂടെയാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഇത് ഇങ്ങനെ സെൻറ്ററിൽ കൂടെയാണെന്ന് പറഞ്ഞാൽ ഡയമീറ്റേഴ്സുകളാണ് എന്നർത്ഥം. ആ ചെന്ന് കൂട്ടുമുട്ടിയ പോയിന്റുകളാണ് എയും ബിയും. ഇങ്ങനെ ഡയമീറ്ററുകൾ വരച്ചപ്പോൾ കൂട്ടുമുട്ടിയ പോയിൻ്റാണ് എയും ബിയും. സർക്കിൾസ് ഇവിടെ കൂട്ടുമുട്ടിയേക്കുന്ന പോയിന്റ് പിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് ഈ എ പി ബി എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ ലൈൻ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് ഷോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ, ഇത് മൂന്നൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ വളയാതെ പോയി എന്ന് ഉറപ്പിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ ഒത്തിരി കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. വളയാതെ പോയി, അല്ലാതെ തന്നെ ഇങ്ങനെ ആവരുത് എന്നർത്ഥം. ഒന്ന് നോക്കണേ, ഇങ്ങനെയല്ല വരച്ചേക്കുന്നത് അർത്ഥം. ഇതിപ്പോൾ കണ്ടോ, ഒറ്റ ലൈനാണോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അല്ലയോ? അങ്ങനെ പോവില്ല. കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആണ് തോന്നണം, സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഷോ ചെയ്യണം. അതാണ് ഒന്നാമത്തെ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് എ ബി പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഉണ്ടല്ലോ എ ബി എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾസുകളുടെ സെൻറ്റേഴ്സ്, ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് എം എന്നും കേട്ടോ. അത് ജോയിൻ ചെയ്താൽ ഇങ്ങനെ ലൈൻ കിടന്നില്ല, വേണം ഇങ്ങനെ ലൈൻ ഇടയിലാണ്, ഇങ്ങനെ ലൈൻ വരയ്ക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴേ വരയ്ക്കുന്നില്ല, അത് രണ്ടാമത്തെ പാർട്ടായിട്ട് വരയ്ക്കാം. അപ്പോൾ ഈ എം എന്നുമായിട്ട് എ ബി എന്തായിരിക്കണം മോനെ? പാരലായിരിക്കണം. ഓക്കെ, അതുപോലെ എ ബിയുടെ നീളം എം എന്നിൻ്റെ നീളത്തിൻ്റെ ഇരട്ടിയായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം എ പി ബി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഷോ ചെയ്യണം. മോനെ, ഒരാൾ ഇങ്ങനെ വരച്ചു, ഇതാണ്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചേ. ഇയാൾ സ്ട്രെയിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഒരു പോയിന്റ് കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിലേക്ക് ഇങ്ങനെ വരച്ചപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആണോ, സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് ഷോ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ആംഗിൾ 180 ഡിഗ്രി ആക്കിയാൽ മതി. അറ്റ് ദാറ്റ് ടൈം വി സേ ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതാണ് നമുക്ക് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെയും നമുക്ക് ഇയാളൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഷോ ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ ഫുള്ള് എത്ര ഡിഗ്രി ആണെന്ന് കാണിക്കണം മോനെ? 180 ആണെന്ന് കാണിച്ചാൽ മതി. വേണ്ടത് ഇത് 180 ആണെന്ന് കാണിച്ചാൽ എ പി ബി വളഞ്ഞിട്ടില്ല, നേരെയാണെന്ന് കിട്ടും. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടി നമ്മളൊരു എക്സ്ട്രാ കൊണ്ട് പരിപാടി തുടങ്ങണം. അതിന് വേണ്ടി ഞാൻ ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണേ. വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പോകും വളഞ്ഞ്. ഓക്കെ, ഒരു ഡോട്ടഡ് ലൈൻ ഞാൻ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആയത്. കാരണം നമ്മൾ ഇല്ലാത്ത ലൈനല്ലയോ, ഫിഗർ തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ ലൈന് വരച്ചേക്കുന്നത്. അത് നമ്മൾ എക്സ്ട്രാ വരയ്ക്കണം. ഇനി എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്കത് വരയ്ക്കാൻ ഇങ്ങനെ തോന്നണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പഠിച്ചായിരുന്നു ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഇങ്ങനെ ഇതൊരു ഡയമീറ്ററാണെന്ന് വിചാരിക്കാം മോനെ. ഡയമീറ്ററാണ്, സെൻറ്ററിൽ കൂടെ പോയിരിക്കുന്ന ലൈനാണ്. അപ്പോൾ ഇതൊരു സെമി സർക്കിൾ അല്ലയോ, അർദ്ധവൃത്തങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ എൻ പോയിന്റിൽ നിന്നും ഈ ഡയമീറ്റർ എൻ പോയിന്റ് എവിടെയെങ്കിലും ചെന്ന് മുട്ടിയാൽ, ഇങ്ങനെ മുട്ടിയാൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും മോനെ? 90 ആയിരിക്കും.
ഓക്കെ, അതാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് നോക്കിക്കോണേ. എല്ലാവരും ശ്രദ്ധിച്ചേ. എൻ്റെ ഇത്രയും ഭാഗം നോക്കിക്കോണ്ട്. ഇപ്പോൾ ഇത്രയും ഭാഗം കണ്ടോ, ഇതൊരു ഇത്രയും ഈ ചെറിയ സർക്കിളിൻ്റെ ഇതൊരു ഡയമീറ്ററാണ്. അപ്പോൾ ഇതൊരു സെമി സർക്കിൾ അല്ലേ മോനെ? ഇത്രയും ഭാഗം ഒരു സെമി സർക്കിൾ അല്ലയോ? നോക്കിയേ, ഞാൻ കൃത്യമായിട്ട് കാണിക്കാമേ. നോക്കിക്കോണേ എല്ലാവരും. ഞാൻ ഇതൊക്കെ ഒന്ന് തുടച്ച് കളയുവാണേ, വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് കളയാം. അപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ. ഇപ്പം നോക്കിക്കേ, ഇപ്പോൾ ഒരു സെമി സർക്കിളായിട്ട് തോന്നുന്നുണ്ട്. ഇതേപോലെ സെമി സർക്കിളായിട്ട് തോന്നില്ലയോ? അതിനുള്ള ആംഗിളിൽ ഉണ്ടിത്. ഈ ആംഗിൾ APB എത്ര ഡിഗ്രി ആയിരിക്കും മോനെ? ഇത് ഈ ഡിഗ്രി എത്ര ആയിരിക്കും? ഇത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, നോക്കണ്ടോ? കറക്റ്റ് കണ്ടോ? എല്ലാവരും നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഡിഗ്രി എത്ര മോനെ? ഈ ഡിഗ്രി എത്ര? ഈ ഡിഗ്രി എത്ര? 90. കണ്ടോ, ഇതേപോലെ കാണുന്നുണ്ടല്ലോ. സെമി സർക്കിളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഡിഗ്രി 90. അപ്പോൾ അത്രയും ഭാഗം ഓക്കെ. ഇനി ഞാൻ അടുത്തത് പറയാൻ പോവാണേ. അപ്പോൾ ഇത് ബാക്കി അങ്ങോട്ട് ചെയ്യാം. അപ്പം നമുക്ക് പറയാൻ പറ്റും എന്താണ്. അപ്പോൾ നിങ്ങൾ നോട്ടൊക്കെ എഴുതണമെങ്കിൽ നോട്ട് എഴുതാം. ജോയിൻ എന്താണ്? PQ. PQവിന് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ആംഗിൾ. അപ്പോൾ ജോയിൻ ആരെന്ന് എഴുതേണ്ടത്? PQ. ദെൻ ആംഗിൾ APQ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആയി? 90. ഓക്കെ, APQ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം. എന്താണ്? ആംഗിളിൻ്റെ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഞാൻ മറ്റേ ഒന്ന് പഴയ വെള്ള വരയ്ക്കുകയാണേ. ഓക്കെ, നല്ല വൃത്തിയായിട്ടൊന്നും ആവുന്നില്ല, ഒന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗം നോക്കാം. നോക്കിക്കോണേ. നിങ്ങൾ നോക്കിക്കേ, ഇത്രയും നോക്കിക്കേ. ഇതൊരു സർക്കിളല്ലേ മോനെ? ഇത്രയും ഫുള്ള്. ഇത് ഡയമീറ്റർ ആയപ്പോൾ ഇതൊരു സെമി സർക്കിൾ ആയില്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി മോനെ? 90 ഡിഗ്രി. ശരിയല്ലേ? ഇത് എത്ര ഡിഗ്രി ആയി? ഞാൻ ഇത്രയും ഈ ഭാഗം ഉണ്ടോ? അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയി? 90. ഉണ്ടോ? നോക്കിയോ, ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമല്ലോ. ഉണ്ടല്ലോ, ഇത്രയും എന്തായി? ഒരു 90. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇവിടെ നേരത്തെ 90 കിട്ടി, ഇപ്പോൾ ഇവിടെയും 90 കിട്ടി. അപ്പോൾ രണ്ടും കൂടെ ചേർന്നാൽ ഇപ്പോൾ നോക്കിക്കേ, ഇവനെയും കൂടെ അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പിടി കിട്ടും. കണ്ടോ? നോക്കിക്കേ, ഇതിപ്പോൾ എത്ര ഡിഗ്രി ആയി മോനെ? ടോട്ടൽ 90 + 90 180. അപ്പോൾ ഇയാളെന്തായി? ഒരു സ്ട്രെയിറ്റ് ലൈനായി. എന്ത് സിമ്പിളായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഓൾസോ അതുപോലെ നമുക്ക് ആംഗിൾ BPQവും എത്ര ഡിഗ്രിയാണ് മോനെ? 90. ഇത് രണ്ടിൻ്റെ റീസൺ എന്താ മോനെ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. എഴുതിക്കോണം, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇതേഫോർ നമുക്ക് ആംഗിൾ APQ പ്ലസ് ആംഗിൾ BPQ ഈക്വൽ ടു 90 + 90. ആൻസർ ഈസ് എത്ര ഡിഗ്രി ആയി? 180 ഡിഗ്രി. 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സ്ട്രെയിറ്റ് ലൈൻ. ദെർഫോർ APB ഈസ് എ ആരാമോനെ? സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ ആണോ? ഒരു ലൈക്കൊക്കെ തന്നേക്കണേ. ഇഷ്ടപ്പെട്ടാൽ, മനസ്സിലായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടൊരു ലൈക്കൊക്കെ തരിക. ആത്മാർത്ഥതയോടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ അങ്ങോട്ട് തട്ടി വിട്ടേക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഇതാണ് മോനെ. ഈ MN എന്ന് പറഞ്ഞ ലൈൻ ജോയിൻ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം. ഇതിങ്ങനെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താൽ അപ്പോൾ ഇവനെ അങ്ങോട്ട് ഞാൻ തുടച്ച് കളയുക. എന്തിനാ? അവനെ വേണ്ട ഇനി നമുക്കിവിടെ. ഇവന്മാരെ ഒന്നും നമുക്ക് ഇവിടെ ഇനി ആവശ്യമില്ല കേട്ടോ. വേണ്ടാത്തവനെല്ലാം ഞാൻ തട്ടിക്കളഞ്ഞു. അല്ല, ഇപ്പോൾ നോക്കിക്കേ, അങ്ങനെ ലൈൻ ഒരു ട്രയാങ്കിളൊക്കെ കിട്ടി. അപ്പം നമ്മളിനി എന്ത് ചെയ്യാൻ പോവാം? 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം പറയാൻ പോവാം. 9ാം ക്ലാസ്സിൽ പഠിച്ചത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റുകളെ ജോയിൻ ചെയ്യുന്നു കേട്ടോ. ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്, ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്. ഇപ്പോൾ നമുക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് P, ഇത് Q, ഇത് R, ഇത് C, ഇത് D. ചുമ്മാ പേര് കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ Cയും Dയും ഈ സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സുകളാണ്, മധ്യബിന്ദുക്കളാണ്. അപ്പം ഇത് തമ്മിൽ ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഏതാ? C എന്ന് പറഞ്ഞ ഈ മിഡ് പോയിൻറ്റും D എന്ന് പറഞ്ഞ ഈ മിഡ് പോയിൻറ്റ് തമ്മിൽ ജോയിൻ ചെയ്താൽ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് CD. ഈ CD എന്ന് പറഞ്ഞ ലൈൻ ഈ ലൈനുമായിട്ടൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ മൂന്നാമത്തെ സൈഡ്. അപ്പോൾ ഇത് രണ്ട് സൈഡ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ CD ഇതിൻ്റെ ഈ സൈഡുമായിട്ട് എന്തായിരിക്കും എന്നറിയാമോനെ? പാരലൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ
ഇയാളുടെ ഹാഫ് ആയിരിക്കും ഇതെന്ന് പറഞ്ഞാൽ സി ഡി എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ സി ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ആരായിരിക്കും ക്യു ആർ. തിരിച്ച് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ നീളം, അപ്പോൾ ഇതിപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്ര വരെ 5. അപ്പോൾ തിരിച്ച് പറഞ്ഞാൽ ക്യു ആർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആരാ സി ഡി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് സി ഡി. ശരിയല്ലേ മോനെ? ക്യു ആർ എന്ന് പറഞ്ഞാൽ സി ഡിയുടെ ഇരട്ടിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കേട്ടോ. ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു മിഡ് പോയിൻറ്റ്സ്, ഇങ്ങനെ നമുക്ക് പറയാം. ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എനി 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. The line segment joining the midpoints of any 2 sides of a triangle is parallel to third side. Parallel to third side and half of third side. ഇതെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഹാഫാണ്. തിരിച്ച് പറഞ്ഞാൽ ഇയാൾ ഇതിൻ്റെ ഡബിളാണ്. ഇയാൾ ഈ നീളത്തിൻ്റെ ഡബിളാണ്. ഓക്കെ, അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൊണ്ട് മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്തെങ്കിൽ ഈ പണിയൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ കൊണ്ട് 2 പോയിന്റുകൾ ഇവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്താലൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എം എന്നും മിഡ് പോയിൻറ്റ്സുകളാണെങ്കിൽ ഓക്കെയാണ്. എം എന്നിൽ മിഡ് പോയിൻ്റ് ആണെങ്കിൽ എം എൻ എന്ന് പറഞ്ഞാൽ എ ബിക്ക് എന്തായിരിക്കും? പാരലായിരിക്കും. അതുപോലെ എ ബിയുടെ പകുതി എം എൻ കാണത്തുള്ളൂ, അല്ലെങ്കിൽ എം എൻ്റെ ഇരട്ടിയായിരിക്കും എ ബി. ഓക്കെ, നമുക്ക് മറ്റേ എം എന്നും നമുക്ക് മിഡ് പോയിൻറ്റുകളാണെന്ന് പറയാൻ പറ്റുമോ? എം എന്ന് പറഞ്ഞാൽ ആരാ? ഈ സർക്കിളിൻ്റെ സെൻറ്റർ അല്ലയോ? സെൻറ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡയമീറ്ററിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റിലല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇയാൾ നമുക്ക് മിഡ് പോയിൻ്റാന്ന് പറയാമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ട്രയാങ്കിളായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്ത് ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റാണിത്, ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റാണിത്. അങ്ങനെയാണെങ്കിൽ എം എൻ ഈസ് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എങ്ങനെയൊക്കെയാണ്? മിഡ് പോയിൻറ്റ്സ് ഓഫ് ദീസ് 2 സൈഡ്സ്. അപ്പോൾ എം എൻ എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റാണ്. അത് മുമ്പ് ജോയിൻ ചെയ്ത ലൈനാണ് എം എൻ. ഓക്കെ, അപ്പോൾ എം ആൻഡ് എൻ ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദീസ് 2 സൈഡ്സ്. അപ്പോൾ എം എൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത ലൈനാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ സൈഡുമായിട്ട് എങ്ങനെയായിരിക്കും മോനെ? പാരലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹിയർ എം ആൻഡ് എൻ ആർ എന്തോ പോയിൻറ്റ്സ് ആ മോനെ? മിഡ് പോയിൻറ്റ്സ് ഓഫ് എ ക്യു ആൻഡ് ആരാണ്? ബി ക്യു. ഓക്കെ, ബി ക്യു. ദെയർഫോർ എം എൻ എന്ന് പറഞ്ഞാൽ എ ബിക്ക് എന്തായിരിക്കും? പാരൽ. തിരിച്ച് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ ലൈൻ അപ്പോൾ എം എന്നിന് എന്തായിരിക്കും മോനെ? പാരലായിരിക്കും. മനസ്സിലായല്ലോ? എ ബി എന്ന് പറഞ്ഞ ലൈൻ എം എന്നിന് എന്തായിരിക്കും? പാരലായിരിക്കും. അതുപോലെ എ ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആരായിരിക്കും? എം എൻ. അപ്പോൾ സെൻറ്റേഴ്സുകളെ ജോയിൻ ചെയ്ത ലൈനായ എം എൻ ഈ സൈഡുമായിട്ട് എന്തായിരിക്കും? പാരലായിരിക്കും. അതുപോലെ ഈ സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും അത്, അല്ലെങ്കിൽ എം എന്നിൻ്റെ അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ എം എന്നിൻ്റെ ഡബിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് ഹാഫ് ഡബിൾ ശ്രദ്ധിച്ചോണം കേട്ടോ. എ ബി എന്ന് പറഞ്ഞ നീളം എം എന്നിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ എം എൻ എന്ന് പറഞ്ഞ നീളം എ ബിയുടെ പകുതി, എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ ആയി. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലമൊക്കെ ചെയ്യേണ്ടത്. ഇത്രയും സമയമൊക്കെ വേണം നിങ്ങൾക്ക്. അല്ലാതെ ഇവനെ എടാപ്പടിയിൽ അങ്ങോട്ട് പിടിച്ചു വെച്ചാൽ ഒന്നുമേ കിട്ടത്തില്ല, ഒന്നുമേ മനസ്സിലാകത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ ലൈക്ക് കാണണം. മനസ്സിലായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, കാരണം മനസ്സിലായെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ എത്തും. മാക്സിമം നമ്മുടെ ചാനൽ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ ഓരോരുത്തരും കാണുന്നവരെ ശ്രമിക്കുക. നമ്മുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. മാത്സ് അല്ലയോ? കൂടെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ പ്രയോജനം നമുക്ക് ജീവിതത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. മാത്സ് അത്രയ്ക്ക് ഫേമസ് ആണെന്നറിയാം. ഫേമസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.